ഹലോ വെൽക്കം ബാക്ക് ടു വാക്വോ ലേണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു റെലവൻറ്റ് ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലർക്കുള്ള ഡൗട്ടാണ്, നമ്മൾ ആർ യു എന്നാണോ അതോ ഡു യു എന്നാണോ അതോ ഹാവ് യു എന്നാണോ ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങേണ്ടതെന്ന് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് ആർ യു എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ പേര് ഇന്നതാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ. ഇനി ആളുകളോട് നമ്മളിത് ചോദിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പേര് ഇന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാണോ, നിങ്ങൾ ഹാപ്പി ആണോ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരാളെ കണ്ടു, അപ്പോൾ നമുക്കൊരു ഡൗട്ട്, ഇത് മിനി ആണോ? അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കുക? നിങ്ങൾ മിനി ആണോ, അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക. അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? ആർ യു മിനി അല്ലേ. ഇനി നമ്മൾ വേറൊരാളെ കണ്ടു, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡൗട്ട്, ഇത് മിനിയുടെ ഫ്രണ്ട് ആണോ? അപ്പോൾ നമ്മൾ എങ്ങനെ അയാളോട് ചോദിക്കും? നിങ്ങൾ മിനിയുടെ ഫ്രണ്ട് ആണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ആർ യു മിനീസ് ഫ്രണ്ട് എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. ഇനി നമ്മൾ വേറൊരു സിറ്റുവേഷൻ നോക്കാം. ഇനി മറ്റൊരു സിറ്റുവേഷൻ, നിങ്ങൾ അവളുടെ ടീച്ചറാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? അവളുടെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഹർ എന്ന് പറയൂ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആർ യു ഹർ ടീച്ചർ എന്ന് ചോദിക്കാം അല്ലേ. ഇനി വേറൊരു സിറ്റുവേഷൻ, നിങ്ങൾ ജോണിൻ്റെ ഫാദർ ആണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു ജോൺസ് ഫാദർ എന്ന് ചോദിക്കാമല്ലോ. ഇനി ഇപ്പം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ചോദിച്ചതാണ് അല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ടാളെ കണ്ടുമുട്ടി, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡൗട്ട്, ഇത് അവൻ്റെ പാരൻസ് ആണോ? പാരൻസ് എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ആണോ എന്നൊരു ഡൗട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു ഹിസ് പാരൻസ് എന്ന് ചോദിക്കാമല്ലോ. ഇപ്പം നമുക്ക് എന്താ മനസ്സിലായി? മലയാളത്തിൽ നമ്മുടെ മുന്നിൽ ഒരാളാണ് നിൽക്കുന്നതെങ്കിലും ഒരു കൂട്ടം ആളുകളാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ നിങ്ങൾ എന്നല്ലേ അഡ്രസ്സ് ചെയ്യുക. അതേപോലെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് യു എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിലും ഒന്നിലധികം ആളുകളാണെങ്കിലും നമ്മൾ ആർ യു എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അത് മനസ്സിലായല്ലോ. വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നമ്മൾ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അപ്പോൾ ആൾ ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? നിങ്ങൾ ഡോക്ടറാണോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ആർ യു എ ഡോക്ടർ എന്ന് ചോദിക്കൂ അല്ലേ. ഇനി നമ്മുടെ മുന്നിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട്, ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമ്മൾ എന്താ അവരോട് ചോദിക്കുക? ആർ യു സ്റ്റുഡൻസ് എന്ന് ചോദിക്കുമല്ലോ. ചിലപ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, നിങ്ങൾ ഹാപ്പി ആണോ? എങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷിൽ? ആർ യു ഹാപ്പി എന്ന് ചോദിക്കാം അല്ലേ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എങ്ങനെ ചോദിക്കും? ആർ യു ഹംഗ്രി? നിങ്ങൾ ക്ഷീണിതനാണോ? ആർ യു ടയേർഡ്? അപ്പോൾ ഇതെല്ലാം ഒരേ പാറ്റേണിലാണല്ലേ വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വ്യത്യാസമുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് പറയാണ്. അവർ ഹാപ്പിയാണോ? എങ്ങനെ പറയാം? ആർ ദേ ഹാപ്പി? അങ്ങനെ നമുക്ക് പറയാം. ദേ എന്ന് വെച്ചാൽ അവരെന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഞങ്ങളെക്കുറിച്ച് പറയാം. ഞങ്ങൾ വൈകിയോ? ഞങ്ങൾ ലേറ്റായോ? താമസിച്ചു പോയോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ വി ലേറ്റ്? അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിലും ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ആർ തന്നെ യൂസ് ചെയ്ത് പറയാം. ആർ ദേ ഹാപ്പി? ആർ വി ഹാപ്പി? അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ അവനെയോ അവളെയോ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? അത് നമുക്ക് നോക്കാം. അവനെയോ അവളെയോ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ നമ്മൾ ആർ യൂസ് ചെയ്യില്ല, നമ്മൾ അവിടെ ഇസ് ആണ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. അവന് വിശക്കുന്നുണ്ടോ? അവന് വിശക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇസ് ഹി ഹംഗ്രി? അങ്ങനെ നമുക്ക് ചോദിക്കാം. അവൾ ടയേർഡ് ആണോ? അവൾ ക്ഷീണിതയാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇസ് ഷീ ടയേർഡ്? മനസ്സിലായല്ലോ. അങ്ങനെ ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും, അതായത് ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ആർ അല്ല യൂസ് ചെയ്യുക, ഇസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ. നമ്മൾ നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ ആർ യു വെച്ചിട്ട് ചോദിക്കും. അവനെയോ അവളെയോ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇസ് യൂസ് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ റെഡി ആണോ? എങ്ങനെ ചോദിക്കും? ആർ യു റെഡി എന്ന് ചോദിക്കാം അല്ലേ. നിങ്ങൾ ഇവിടെ പുതിയതാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു ന്യൂ ഹിയർ? അപ്പോൾ ഈ ചോദ്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഒരാളെക്കുറിച്ച്, ആളുടെ സ്വഭാവത്തെക്കുറിച്ച്, ആളുടെ പ്രത്യേകതയെക്കുറിച്ച്, അല്ലെങ്കിൽ ആളിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ആർ യു എന്ന് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങേണ്ടത്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു ഫ്രം ഇന്ത്യ എന്ന് ചോദിക്കാം അല്ലേ. ഇനി അതേപോലെ
ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് തുടങ്ങാം. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മാത്രമല്ല നമ്മൾ ആർ യു യൂസ് ചെയ്യുക, മറ്റൊരു സിറ്റുവേഷനിലും നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം. അതേതാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാനിരിക്കട്ടെ, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഞങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയൂ അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് എങ്ങനെ ചോദിക്കും? നിങ്ങൾ വീഡിയോ കാണുകയാണോ? ഞാൻ ഇങ്ങനെ ചോദിക്കും, ആർ യു വാച്ചിങ് എ വീഡിയോ എന്ന് ചോദിക്കും അല്ലേ. അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനും നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആർ യു സ്റ്റഡിയിങ് എന്ന് ചോദിച്ചാൽ എന്താ മീനിങ്? നിങ്ങളിപ്പോൾ പഠിക്കുകയാണോ എന്നാണ് അതിന് ഉദ്ദേശം വരുന്നത്. അതേപോലെ നിങ്ങളിപ്പോൾ കുക്ക് ചെയ്യുകയാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു കുക്കിംഗ് നൗ? നിങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? ആർ യു ഹാവിങ് ലഞ്ച് അല്ലേ. ഇതിലൊക്കെ കണ്ടില്ലേ, ഇവിടെ ഒക്കെ നമ്മൾ ആർ യുവിന് ശേഷം നമ്മൾ വന്നത് വേർബ്, അതായത് നമ്മുടെ പ്രവൃത്തിയുടെ കൂടെ ING ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആർ യു ഹാവിങ് ലഞ്ച്, ആർ യു വാച്ചിങ് TV എന്നൊക്കെയാണ് അല്ലേ വന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യുവിൻ്റെ കൂടെ മാത്രമല്ല നമ്മൾ വി, ദേ, ഒന്നിലധികം ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോഴും നമുക്ക് ആർ എന്ന് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം. ഒരു എക്സാമ്പിൾ നോക്കാം. ആർ ദേ വർക്കിംഗ് നൗ, ആർ ദേ സ്ലീപ്പിംഗ് നൗ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. ഇനി ഒന്നിലധികം ആളുകളെ കുറിച്ച് പറയുന്നത് നമ്മൾ കണ്ടു. ഇനി ഒരാളെ കുറിച്ചാണ് പറയുന്നത് എന്ന് നോക്കാം. അവനെയോ അവളെയോ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ എന്ന് നമ്മൾ അവിടെ യൂസ് ചെയ്യില്ല, ഇസ് എന്നാണ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഇസ് ഹി സ്ലീപ്പിംഗ്? അവൻ ഉറങ്ങുകയാണോ എന്നാണ് ചോദിക്കുന്നത്. മായ ഹോംവർക്ക് ചെയ്യുകയാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇസ് മായ ഡൂയിങ് ഹോംവർക്ക് എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി ആർ യു എന്ന് യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടത് നമ്മൾ ഏതൊക്കെ തരം സിറ്റുവേഷൻസ് ആണ്? ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആളുടെ സ്വഭാവത്തെക്കുറിച്ചും ആളുടെ ഗുണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആളിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. അതിന് എക്സാമ്പിളാണ് ആർ യു ടയേർഡ്, ആർ യു എ ടീച്ചർ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ മറ്റൊരു സിറ്റുവേഷനാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനും നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു എക്സാമ്പിളാണ് ആർ യു ഡൂയിങ് ദ ഡിഷസ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. ഇനി നമ്മുടെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ നമുക്ക് ആർ യു എന്ന് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ നാളെയോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് ചോദിച്ച് തുടങ്ങാം ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മയോട് പറയുകയാണ് ഒരു ദിവസം, നാളെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ? നാളെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് നാളെ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുമല്ലോ. അപ്പോൾ അതവിടെ പ്ലാൻ ചെയ്ത കാര്യമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു ഗോയിങ് ടു ദ ഡെൻറ്റിസ്റ്റ് ടുമോറോ എന്ന് ചോദിക്കാം. അവിടെ അത് ഫ്യൂച്ചറിൽ വരുന്നതാണ്, നാളെ പോകുന്നതാണെന്ന് വിചാരിച്ചിട്ട് വിൽ യു ഗോയിങ് ടു ദ ഡെൻറ്റിസ്റ്റ് എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പാടില്ല. നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ആർ യു ഗോയിങ് ടു ദ ഡെൻറ്റിസ്റ്റ് ടുമോറോ എന്നാണ് ചോദിക്കേണ്ടത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. നാളെ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം നമുക്ക്? അതായത് കളിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? നാളത്തെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ എന്ന് ചോദിക്കാം. അടുത്ത വർഷം ട്രാവൽ ചെയ്യുന്നുണ്ടോ? എങ്ങനെ ചോദിക്കും? ആർ യു ട്രാവലിംഗ് നെക്സ്റ്റ് ഇയർ? അടുത്ത വർഷത്തെ കാര്യമാണ്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ വല്ല പ്ലാൻ ഇട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആർ യു ട്രാവലിംഗ് നെക്സ്റ്റ് ഇയർ? വേറൊരു എക്സാമ്പിൾ, ആർ യു വർക്കിംഗ് നെക്സ്റ്റ് വീക്ക്? അടുത്ത ആഴ്ച വർക്ക് ചെയ്യുന്നുണ്ടോ? വല്ല ലീവ് എടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആർ യു വർക്കിംഗ് നെക്സ്റ്റ് വീക്ക് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഭാവിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച സിറ്റുവേഷൻസിനെ കുറിച്ച് ചോദിക്കാൻ നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇങ്ങനെ 3 സിറ്റുവേഷൻസിലാണ് നമ്മൾ ആർ യു എന്ന് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങേണ്ടത്. ഇനി ഡു യു വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ ഫ്രം വാക്വോ.